ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് RB സാൽസ്ബർഗ് മത്സരം 4-1 എന്ന ഗോൾ സ്കോറിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി സിമിയോണി, ലോറന്റ്, ഗ്രീസ്മാൻ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വളരെ ഈസി വിൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാഡ്രിഡ് 1 ഗോൾ സ്കോർ ചെയ്തു, 2 ഗോൾ സ്കോർ ചെയ്തു, 3 ഗോൾ സ്കോർ ചെയ്തു, 4 ഗോൾ സ്കോർ ചെയ്തിട്ടും ഒരു കംബാക്ക് വരണം എന്നുള്ള ഒരു തരത്തിലുള്ള ആഗ്രഹമില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ ആണ് ഗൈസ് ഓപ്പോണൻറ്റിൻ്റെ മുഖത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു മത്സരത്തോടു കൂടി ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അതും മാർക്കോസ് ലോറൻ്റെയുടെ ആ ഒരു പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏത് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പ്ലെയറിനെ കാണാൻ വേണ്ടി സാധിക്കും. നോർമലി പുള്ളിക്കാരൻ്റെ പൊസിഷൻ എന്ന് പറയുന്ന റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ RMFലും കാണാം, അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലും കാണാം, ലെഫ്റ്റ് ബാക്കിലും കാണാം, എല്ലാ പൊസിഷനിലും. അതിപ്പോൾ ഓപ്പോണൻറ്റ് ആ ഒരു തിരിച്ച് ഒരു പൊസിഷനിലേക്ക് വരുന്നതും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെ ഒരു പ്ലെയറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ലോറന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.